ഇന്ന് നമ്മൾ റംദാൻ്റെ സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഈ നാരങ്ങ വെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നാരങ്ങ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാനായിട്ട് ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സബ്ജ സീഡ് കുതിർത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നാരങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു സ്പെഷ്യലായിട്ടുള്ള നാരങ്ങ വെള്ളമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ കളറൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐസ് ക്യൂബാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചുവന്ന ചീരയുടെ ഇല എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ചീര നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ജ്യൂസൊക്കെ ഇതിൻ്റെ കളറൊക്കെ നമ്മുടെ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരും. ഇപ്പോൾ നന്നായിട്ട് ചീരയുടെ കളറൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഇപ്പോൾ ജീരയുടെ ജ്യൂസൊക്കെ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ഐസ് ട്രേയിലേക്ക് ഒഴിച്ച് ഫ്രീസറിൽ തണുപ്പിക്കാനായിട്ട് വെക്കാം, കട്ടയാവാനായിട്ട് വെക്കാം. അപ്പോൾ നോമ്പിൻ്റെ സമയത്തൊക്കെ ഇതേപോലെ സിറപ്പ് ക്യൂബായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒട്ടും തന്നെ കളറൊന്നും ചേർക്കാണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ജ്യൂസ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള നാരങ്ങ വെള്ളം നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.